അപ്പുറത്തും ഇപ്പുറത്തും കഴിയുന്നവർക്ക് ഡിസ്റ്റർബൻസ് ആകുന്നുള്ള കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്ക്? അല്ല, ആ പെണ്ണെന്താ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പൊ ഈ വീട്ടിൽ നടന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു. മാറ്റങ്ങളോ? അതിനിപ്പോ എന്തുണ്ടായേ? ആദ്യം നിങ്ങളൊന്ന് ഇരിക്കെ, നമുക്കെല്ലാം ഇരുന്ന് സംസാരിക്കാം. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഓഹോ, ഒന്നും അറിയാത്തവളെ പോലെയാണല്ലോ സംസാരം. അവര് ഞങ്ങളുടെ പുതിയ അയൽക്കാരാണെന്നേ. അവരോട് നിങ്ങൾ സംസാരിക്കണ്ട. അയൽപക്കക്കാരോ? അയൽപക്കക്കാരോ? അതെന്നെ, തെറ്റ് ചെയ്ത രണ്ടുപേരെയും അമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാ. അവരും ഞങ്ങളും തമ്മിൽ ബന്ധമില്ല. വീട്ടിൽ തന്നെ നിർത്തിയിട്ട് പുറത്താക്കിയെന്ന് പറയുന്ന എന്താ? കോൺസെപ്റ്റ് ഫ്രഷ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? ശ്രീകരേട്ടാ, എന്താ അവനി? അയൽ വീട്ടില് എന്ത് വഴക്കായിട്ടാ നടക്കുന്നേ? നമ്മളിവിടെ ഇല്ലേ, നോക്കാം. ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ എന്ത് സംഭവിച്ചാലും ഇവർ ഇതുപോലെ കേറി വരും. പുറത്താണെങ്കിൽ രണ്ട് വീടുകൾക്കിടയിൽ ഒരു മതിലുണ്ടാവുന്നത് കൊണ്ട് മതിലിനപ്പുറത്തേക്ക് എത്തി നോക്കും. ഇവിടെ അതിനുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ടാ ഇങ്ങനെ കയറി വരുന്നത്. എന്റെ അമ്മോ, മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആണല്ലോ. ഭ്രാന്താശുപത്രിയിൽ പേഷ്യൻസിന്റെ ഒക്കെ ഇടയിൽ നിൽക്കുന്ന പോലുണ്ട്. ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കാണേണ്ടി വരും. ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യര് ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളില് കേറി ഇടപെട്ട് കഴിഞ്ഞാ അത് നന്നായിരിക്കില്ല. നിങ്ങളും നിങ്ങളുടെ പുതിയ കോൺസെപ്റ്റ് ഒന്നും ഞങ്ങൾക്കറിയണ്ട. നിങ്ങൾ എന്ത് വേണേലും ചെയ്തു. ഞങ്ങള് പക്ഷെ ഞങ്ങളുടെ നിഹാരികയെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാ വന്നത്. സത്യമാണോ ഇത്? വളരെ നല്ലൊരു തീരുമാനം എടുത്തത്. നീ മനുഷ്യ സ്ത്രീ തന്നെയല്ലേ? പറഞ്ഞാ മനസ്സിലാവില്ലേ നിനക്ക്? അയ്യോ രാമാ, എനിക്കൊന്നും മനസ്സിലാവാഞ്ഞിട്ടല്ലമ്മേ, എല്ലാം മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവാത്തത്. നോക്ക്, വേദ, ഇപ്പൊ അവരായിട്ടൊരു പ്രശ്നം എന്തിനാ? വിട്ടേക്ക്. ദാ നോക്ക് വേദവതിയമ്മേ, ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായ അന്ന് തൊട്ട് ദാ ഇന്നേ ദിവസം വരെ ഉണ്ടായ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വീണ്ടും വീണ്ടും ചെകഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ മകൾ എന്തായാലും നിങ്ങളുടെ വീട്ടിലെ മരുമകളാകില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ഒരു വിധത്തിലും നീതി കാണിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ മകളെ ഞങ്ങളുടെ കൂടെ വിടണം. എന്തൊക്കെയാ ഈ പറയുന്നേ ഗൗതമി? ഞാൻ ഇവിടെ അമ്മയുടെ അടുത്ത് തന്നെ കഴിഞ്ഞോളാം, വീട്ടിലേക്ക് വരുന്നില്ല. അമ്മ പറയുന്നത് മനസ്സിലാക്കുമോളെ, വെറുതെ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. നിങ്ങൾ വന്നത് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ പോവാൻ നോക്ക്. 100,000 പരീക്ഷകൾ നടത്തി അവസാനം കൈവിട്ട് കളഞ്ഞവരാ ഇവര്. ഇനി എന്ത് പ്രതീക്ഷ നീ ഇവിടെ നിൽക്കുന്നേ? വരാൻ. നിങ്ങളുടെ കൂടെ വരുന്നില്ലെന്ന്. നിഹ, അമ്മ വിടാനാ പറഞ്ഞേ. നിഹ വരാൻ. അമ്മേ, എന്നെ വിടാൻ. എന്നെ അടിച്ചല്ലേ? പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും. എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? ഞങ്ങൾ എത്രമാത്രം ടോർച്ചറിങ് അനുഭവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കേ അറിയൂ. നിങ്ങൾ നിഹാരിക്ക് അടിച്ചെന്നോ? ഞാനീ കണ്ടതൊക്കെ സത്യമാണോ? എന്താ നിനക്ക് കണ്ണൊന്നും കാണില്ലേ? അല്ലെങ്കിൽ നീ എന്താ നിന്ന് ഉറങ്ങുവാണോ? ഇതെന്തോ ഡ്രാമ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഡ്രാമയെ കുറിച്ച് നിങ്ങൾ തന്നെ പറയണം. ഡ്രാമയില് നിങ്ങൾ കിങ്സ് അല്ലേ? അതിൽ നിങ്ങളെ തോപ്പിക്കാൻ വേണ്ടി ആരാ ഉള്ളത്? അല്ല ഗൗതമി, കല്യാണപ്രായമായ ഒരു പെൺകുട്ടിയുടെ മേല് കൈ വെക്കുന്നത് ശരിയാണോ? ഇപ്പൊ ഞങ്ങളുടെ കൂടെ അവൾ വന്നില്ലെങ്കിൽ ഗൗതമി എന്നല്ല, എനിക്കും കൂടി അവളെ കൈവെക്കേണ്ടതായി വരും. ശരിക്കും ഇന്ന് നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? എല്ലാവരുടെയും മുമ്പില് എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ? അങ്ങനെയൊക്കെ നീ കരുതണ എന്തിനാ നിഹാരിക? ഒരേ ഒരു മകള് അച്ഛനമ്മമാര് പറയുന്നത് കേൾക്കാത്തപ്പോ ഇത്രയെങ്കിലും ദേഷ്യം അവർക്ക് കാണില്ലേ? ഇപ്പോഴെങ്കിലും നിന്റെ ലൈഫിന് വേണ്ടി നല്ലൊരു തീരുമാനം എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. പാരന്റ്സ് പറയുന്നൊന്ന് കേക്ക് നിഹാരിക. നിഹാരിക എങ്ങോട്ടും പോവില്ല, എന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും.
ദാ നോക്ക് ഗൗതമി, നിങ്ങൾ വിഷമത്തിലാണ് വന്നത്. ചിലരതിനെ ഒരവസരമായിട്ട് കണ്ട് എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അവര് പറയുന്നതൊന്നും കാര്യമാക്കണ്ട. വിശ്വാസവഞ്ചന കാണിക്കുന്നവര് മറ്റുള്ളവരുടെ നല്ലതിനെ കുറിച്ച് ചിന്തിക്കില്ല. അവര് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. ഭഗവാനെ, നല്ലതെന്താ ചീത്ത എന്താണെന്ന് ഞങ്ങളുടെ അയൽവക്കക്കാരെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കൊടുത്തൂടെ? വേദവതിയമ്മേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. ഞങ്ങൾ കാരണം നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇത്രയും കാലം ഇവിടെ നിർത്തിയില്ലേ, ഇനി ഒരാഴ്ച കൂടി ഇവിടെ നിർത്തണം. ഈ പ്രശ്നത്തിന് ഞാൻ തന്നെ ഒരു പരിഹാരം കണ്ടെത്തി നീതി കാണിച്ചോളാം. ഒരാഴ്ചയ്ക്ക് ശേഷവും ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈ ഒരൊറ്റ തവണ നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക. വിശ്വാസം എന്ന വാക്കിനോട് ഒരു വിലയും ഇല്ലാതായിട്ടുണ്ട് ഞങ്ങൾക്ക്. അവസാനമായിട്ടൊരു അവസരം തരണം. ശരി, ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഒരാഴ്ച കൂടി ഞങ്ങൾ സമയം തരാം. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചറിയിക്കണം. ഒരാഴ്ചക്കുള്ളിൽ ഇതിന് നീതിപരമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞാൻ എന്റെ മകളെ വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കും. വാവ്. മുറിവില് മുളകരച്ച് തേക്കുന്നത് പോലെ. നീ എന്തിനിപ്പൊ കൈയടിക്കുന്നേ? പേരൻസ് ആയിട്ട് ഇന്ന് നിങ്ങൾ അവൾക്ക് കൊടുത്ത അടിയും പറഞ്ഞ കാര്യങ്ങളും എനിക്ക് വളരെ ഇഷ്ടമായി. ഈ കാര്യം നിങ്ങൾ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ പെണ്ണൊരു തെറ്റും ചെയ്യില്ലായിരുന്നു. നിങ്ങളെന്നാ പോവാൻ നോക്ക്. വേദവതിയമ്മേ, വെറും ഒരാഴ്ച സമയം, ഒരേ ഒരാഴ്ച, കേട്ടല്ലോ? വാ ചേട്ടാ. ഈ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യാനാണമ്മേ? മറ്റൊരു കല്യാണം കൂടി നടത്തുമോ ഇനി? മോളെ നിഹാരിക, നീ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് ഈ അമ്മയ്ക്ക് മനസ്സിലാവും മോളെ. ഈ ഒരാഴ്ചക്കുള്ളില് നിന്നോട് ഞാൻ നീതി കാണിച്ചിരിക്കും മോളെ. അത് പോരെ, എന്നെല്ലാരും പൊക്കോളൂ. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന? ഇവിടുന്ന് പോവാൻ പറഞ്ഞ ഇവർക്ക് എന്തോ ഒന്നും മനസ്സിലാവില്ലേ? ഒരാഴ്ചയല്ലമ്മേ, എത്ര ദിവസമായാലും ശരി, നന്മയെ വിജയിക്കൂ, തിന്മയെ പരാജയപ്പെടൂ. അവനി, താൻ വാ. വേദ, അവർക്ക് നീ വാക്ക് കൊടുത്തു. നിഹാരികയോട് നമ്മൾ എങ്ങനെ നീതി കാണിക്കും? നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണെന്ന് നാളെ തന്നെ പോയി സ്വാമിയോട് നമുക്ക് സംസാരിക്കാം. പണ്ടൊരു സാഹചര്യത്തില് കൃഷ്ണൻ അർജുനോട് പറഞ്ഞതെന്താണെന്നറിയോ? എനിക്ക് നിനക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങളെ തടയാൻ കഴിയില്ലെങ്കിലും അത് നിനക്ക് എളുപ്പത്തിൽ മറികടക്കാനുള്ള ശക്തിയും എളുപ്പമുള്ള മാർഗവും കാണിച്ചു തരാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാവണം. ഞാൻ സൂചിപ്പിച്ച നിയമങ്ങളെല്ലാം പാലിക്കണം. നല്ലതേ ഭവിക്കൂ. അങ്ങനെയാവട്ടെ സ്വാമി. ശുഭം ഭവിക്കട്ടെ. നമസ്കാരം സ്വാമിജി. നമസ്കാരം. ഇരുന്നോളൂ. നിങ്ങൾ ഞങ്ങളുടെ കുലഗുരുവാണ്. എത്രയോ വർഷങ്ങളായി ഞങ്ങളുടെ എല്ലാ ധർമ്മസങ്കടങ്ങൾക്കും അങ്ങ് പരിഹാര മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങയുടെ ഉപദേശങ്ങളെ സ്വീകരിച്ച് ആ തടസ്സങ്ങളെ മറികടന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായി അങ്ങ് പറഞ്ഞതിന് വിപരീതമായി സംഭവിച്ചു. എന്താ സംഭവിച്ചത്? ജാതകം ഒത്തുവന്ന നിഹാരിക ഞങ്ങളുടെ മരുമകളാകുമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ കുറിച്ച മുഹൂർത്തത്തില് കല്യാണം നടത്താൻ വേണ്ടി വിവാഹമണ്ഡപം, കുടുംബത്തിൽപ്പെട്ടവര്, ബന്ധുമിത്രാദികള് എല്ലാം ഒരുക്കി വലിയൊരു ഉത്സവത്തിന് തയ്യാറായതാ. പക്ഷേ നിഹാരികമായ ശ്രീയരുടെ കല്യാണം നടന്നില്ല. താലി കെട്ടുന്നതിന് മുൻപ് നടന്നത് എന്താണെന്നറിയാമോ? ഞാൻ കല്യാണം കഴിച്ചത് ഈ അവനിയാ. ഞാൻ താലി കെട്ടിയതും
ആവനിയെ തന്നെയാ. നിലവിലെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് അറിയോ സ്വാമി? ഒരാഴ്ചക്കുള്ളിൽ ഇതിന് നീതിപരമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞാൻ എൻ്റെ മകളെ വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കും. ഞങ്ങളുടെ മരുമകളാകണമെന്ന് ആഗ്രഹിച്ച നിഹാരികയോട് ഞങ്ങൾ എങ്ങനെ നീതി കാണിക്കും? സ്വാമി പറഞ്ഞ കാര്യം എങ്ങനെ തെറ്റിയത്? എന്തുകൊണ്ട് നിഹാരിക ഞങ്ങളുടെ മരുമകളായില്ല? നമ്മുടെ അമ്മയ്ക്ക് ആവശ്യമുള്ള ആ ജാതകം എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? ഞങ്ങളുടെ അനന്തരവളായ അവനി എങ്ങനെയാണ് ഞങ്ങളുടെ മരുമകളായത്? ചോദ്യങ്ങളല്ലാതെ ഉത്തരങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല സ്വാമി. അതുകൊണ്ടാ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാനത് ഉറപ്പിച്ചു പറയാ, നിഹാരിക നിങ്ങളുടെ മരുമകളാകും. ശാസ്ത്രം തെറ്റായ മാർഗങ്ങൾ കാണിക്കില്ല. ജാതകം ഒരിക്കലും കളവ് പറയില്ല. നിഹാരികയാണ് നിങ്ങളുടെ മരുമകള്. അതിലൊരു സംശയവും വേണ്ട. അവരുടെയും ശ്രീകരനെയും കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ എങ്ങനെയാ സ്വാമി ഇത് നടക്കുന്നേ? എവിടെയോ എന്തോ തെറ്റ് നടന്നിട്ടുണ്ട്. ഇതിന്റെ ആരംഭം മറ്റെവിടെയോ ആണ്. ആ ആരംഭം അറിയണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ജാതകമല്ല, അച്ഛനമ്മമാരുടെ ജാതകമാണ് നോക്കേണ്ടത്. നിങ്ങളുടെ ജാതകം എനിക്ക് വേണം. നിങ്ങളുടെ വീട്ടിലെത്തിയ ഉടനെ ജാതകം കൊടുത്തുവിടണം. എന്തുകൊണ്ട് നല്ലതല്ലെന്ന് കരുതി ഞങ്ങൾ ജാതകം കൊണ്ടുവന്നിട്ടുണ്ട് സ്വാമി. അത് വളരെ നന്നായി. ഇങ്ങ് തന്നോളൂ. മറ്റന്നാൾ ഇവിടെ വെച്ച് നമ്മൾ വലിയൊരു പ്രത്യേക പൂജ നടത്തുന്നുണ്ട്. ആ പൂജയിൽ നിങ്ങളുടെ ജാതകങ്ങൾ വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് 2 ജാതകവും പരിശോധിച്ച് അതിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യം നോക്കി മനസ്സിലാക്കി നിങ്ങളെ ഞാൻ അറിയിക്കാം. എനിക്ക് കുറച്ച് സമയം തരണം. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നിഹാരിക നിങ്ങളുടെ മരുമകളാകും. എന്തുകൊണ്ടെന്നാൽ അന്നപൂർണാദേവിയുടെ ഭക്തയായ തുളസിയുടെ ജാതകവും വേദവതിയുടെ ജാതകവും നിഹാരികയുടെ ജാതകവും ഒന്നായതുകൊണ്ട് ഭയപ്പെടണ്ട. ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോയിക്കോളൂ. ഒരുപാട് വിഷമത്തോടെ ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ മനസ്സിന്റെ ഭാരം അങ്ങ് കുറച്ചു. പക്ഷേ അതെങ്ങനെ നടക്കുമെന്ന കാര്യത്തില് ഇപ്പോഴും ഞങ്ങൾക്ക് സംശയമുണ്ട്. എല്ലാം ആ സർവേശ്വരൻ തന്നെ നോക്കിക്കോളും. നിങ്ങൾ പോയിക്കോളൂ. ശരി, ആയിക്കോട്ടെ സ്വാമി, പോയി വരാം. വാ. ഇനി ഒരൊറ്റ ആഴ്ച കൂടി ഇവിടെ നിർത്തണം. ഞാൻ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തി നീതി കാണിച്ചോളാം. അമ്മയും അച്ഛനും നിഹാരികയുടെ കാര്യത്തില് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ആരെ കാണാനായിരിക്കും അവര് പോയത്? ഞാൻ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു പ്രശ്നം എന്റെ കഴുത്തില് ചുറ്റാൻ പോവാണോ? എന്റെ ജീവിതത്തില് മറ്റെന്തെങ്കിലും പ്രശ്നം വരാൻ പോകുന്നുണ്ടോ? ഏട്ടൻ ഈ ജന്മം മുഴുവൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ? എന്നിൽ നിന്നും എന്റെ ഏട്ടൻ അകന്നു പോവില്ലല്ലോ. ഭഗവാനെ, എന്റെ മനസ്സ് സംശയിച്ചതുപോലെ എന്തെങ്ങനൊക്കെ നടന്നത്?
ഇതെന്തിന്റെ സൂചനയാണ്? എന്തോ വലിയ പ്രശ്നം വരാൻ പോകുന്നതിന്റെ സൂചന തന്നെയാണിതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ആ പ്രശ്നം എന്താണ് ഭഗവാനെ? ഇപ്പോഴും ഞാൻ അത് തന്നെ ഉറപ്പിച്ചു പറയുന്നു. നിഹാരിക നിങ്ങളുടെ മരുമകളാകും. എന്താ ആലോചിക്കുന്ന വേദ? നമ്മൾ ഗുരുവിനെ കാണാൻ ഇറങ്ങിയ സമയത്ത് മനസ്സിലാകെ പേടിയായിരുന്നു. ഇപ്പൊ പക്ഷേ മനസ്സിനൊരു സമാധാനം ഉണ്ടേട്ടാ. നിഹാരിക തന്നെ നമ്മുടെ മരുമകളാകുമെന്ന് ഗുരു പറഞ്ഞ വാക്കുകള് വീണ്ടും എന്റെ പ്രതീക്ഷകൾക്ക് ജീവൻ കൊടുത്തിരിക്കുക. അത് കേട്ടപ്പോ എനിക്കൊരു സന്തോഷം തോന്നിയെങ്കിലും പ്രാക്ടിക്കലായിട്ട് ആലോചിച്ച അതെങ്ങനെ നടക്കുന്നുള്ള കാര്യത്തില് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ശ്രീകർ ആവണിയുടെ കഴുത്തിൽ താലി കെട്ടിയതാ. അങ്ങനെയുള്ളപ്പോ നിഹാരിയയ്ക്ക് ഇനി മരുമകളാകാനുള്ള അവസരമില്ലല്ലോ. ഗുരു എന്ത് കാര്യം പറഞ്ഞാലും അത് വെറുതെ ആവില്ല. ഉറപ്പായിട്ടും ഒരു അത്ഭുതം സംഭവിക്കുമെന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്കും വിശ്വാസമുണ്ട്. പക്ഷേ ആ സംശയം എങ്ങനെ സത്യമാകുമെന്നറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട്. നമ്മൾ വീട്ടിലെത്തിയ ശേഷം നിഹാരികയോട് ഗുരു പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും അവള്. ഏട്ടാ, പോകുന്ന വഴിക്ക് വല്ല ബേക്കറിയും കണ്ട നിർത്തണേ. ഈ കാര്യം പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും മധുരം കൊടുക്കാം. ആയിക്കോട്ടെ വേദ. അയൽവക്കക്കാരെന്ന് പറഞ്ഞ് ആവനിയും ശ്രീകറും ഒരുപാട് നെഗളിക്കുന്നുണ്ടല്ലോ. അവരുടെ പത്തിക്ക് ഒരടി കിട്ടിയതുപോലെയാവും. ശരി ജാനകി, ഇനി കാണുന്ന സമയത്ത് ബാക്കിയൊക്കെ സംസാരിക്കാം. ശരിയെന്നാ. കൃത്യം 25 വർഷം മുമ്പ് ഒരർദ്ധരാത്രിയിൽ സംഭവിച്ച കാര്യങ്ങള് വേദവതി അമ്മയെ കണ്ടപ്പോ തന്നെ ഓർമ്മ വന്നു. അതിപ്പോഴും എന്റെ കൺമുന്നിൽ നടക്കുന്ന പോലെയുണ്ട്. കാലത്തോടൊപ്പം സത്യങ്ങള് മാഞ്ഞു പോവെന്ന് കരുതും. പക്ഷെ അതൊന്നും മാഞ്ഞു പോവില്ല. കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അതെങ്ങനെയെങ്കിലും പുറത്തു വരും. ഞാൻ ചെയ്തതെന്താണെന്ന് അവരെപ്പോഴെങ്കിലും അറിഞ്ഞാ അതെനിക്ക് പ്രശ്നമാവും. പെട്ടെന്ന് എന്റെ ശ്വാസം നിന്നുപോയി. അവരുടെ കണ്ണി പെട്ടിരുന്നെങ്കിൽ അത് ചിലപ്പോ എന്നെ വലിയ പ്രശ്നത്തിൽ പെടുത്തിയേനെ. സുരമ ഇനി കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അയ്യോ, ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ എന്താ ഏട്ടാ ഇങ്ങനെ? വേടേട്ടാ, നമ്മൾ ഇങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ട് ഒരുപാട് ദിവസമായില്ലേ? തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് എത്ര കാലമായി? അയ്യോ, കെട്ടിപ്പിടിച്ച കറി അടുക്കി പിടിക്കാൻ വീട്. കറിയോ? ഹായ്, അയ്യോ, സ്മെൽ എന്തായാലും കിടുക്കാച്ചയായിട്ടുണ്ട്. ഈ മണം ഇനി എവിടെയൊക്കെ ചെല്ലുമെന്ന് എനിക്കൊരു പിടിയില്ല. ഇത് ആരുടെയൊക്കെ വായിൽ വെള്ളം വരുത്തുമെന്നും പിടിയില്ല. അമ്പടാ,
അളിയാ അവിടെ എന്തുണ്ടായിട്ടാ അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ എത്തി നോക്കുന്നേ? അയ്യോ എനിക്കിത് സഹിക്കുന്നില്ല അളിയ. അവൾ അവിടെ ചിക്കൻ കറി ഉണ്ടാക്കാന്ന് തോന്നുന്നു. മണം കൊണ്ട് വായിക്കാത്ത വന്ന് വെള്ളത്തിൽ കപ്പലോടിക്കാൻ പറ്റും. അയൽവക്കക്കാരുടെ അടുത്ത് ചെന്ന് കറിയുണ്ടേൽ നൽകാമോ, ചിക്കൻ ഉണ്ടേ നൽകാമോ, ഈ കൈപുണ്യത്തിന്റെ രഹസ്യമറിയാൻ കൊതിച്ചു നിൽക്കുന്നല്ലോ. എന്താ ടേസ്റ്റ് ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാല് പിടിക്കുന്നതിലും പ്രാവീണ്യമുണ്ടോ? ആണോ ഇല്ലേ നിങ്ങൾക്ക് അവളുടെ അടുത്തേക്ക് പോയി കറി ചോദിക്കാൻ പറയാൻ? അതല്ലടി, ചിക്കന് വേണ്ടി നാണം മാറ്റി വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല വസന്ത. ചിക്കൻ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത പോലെ പെരുമാറുന്നത് എന്തിനാ ഏട്ടാ? ചിലരുടെ ചില പാട്ടുകൾ കേട്ടാ ചെവി കടിച്ചു പറിച്ചു കളയും. എനിക്ക് ചിക്കൻ കിട്ടാൻ വേണ്ടിട്ട് എന്റെ നാവ് വേണം മുറിച്ചു കളയും. അയ്യോ വേണ്ട പൃഥ്വിരാജേട്ടാ, നമുക്ക് നാണക്കേടല്ലേ അത്.